ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ IQ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അതായിട്ട് വേണ്ട കുറെ പസിൽ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാം ഒന്ന് നോക്കി നമുക്ക് IQ ഉണ്ടോ ടെസ്റ്റ് ചെയ്യാം. ഗൈസ്, നമുക്ക് ഫസ്റ്റ് വീഡിയോ കാണാം. ഈ പെൺകുട്ടി ഒരു ഡേറ്റിന് വന്നതാണ്. ഈ മൂന്ന് പേരെയും നോക്കി അവൾ ആരുടെ കൂടെയാണ് വന്നതെന്ന് പറയാമോ? A, B അല്ലെങ്കിൽ C? ആലോചിച്ച് നിങ്ങളുടെ ഉത്തരം കമന്റ് ചെയ്യുക. സിമ്പിൾ. ആ സി എന്ന് പറഞ്ഞ അവിടെ രണ്ട് സംഭവം ഉണ്ട്. അപ്പൊ മിക്കവാറും ആയിരിക്കും. സി എന്ന് പറഞ്ഞ രണ്ട് സംഭവം, രണ്ട് കാറാണ് തോന്നുന്നു. അവിടെ രണ്ടെണ്ണം ഉണ്ടാവും. ആ സി ആയിരിക്കും. ഇതിനകം ഒരു പെൺകുട്ടിയുമായി ഉണ്ടായിരുന്നു. നോക്കൂ, ഹാൻഡ് ബാഗ് അവിടെ വെച്ചിരിക്കുന്നു. B ഇതിനകം ഭക്ഷണം കഴിക്കുന്നു. അതിനർത്ഥം അവൾ C ഒരു ഡേറ്റിന് വന്നിരിക്കുന്നു. ഈ മനോഹരമായ പുഷ്പച്ചെടിയെ ശ്രദ്ധാപൂർവം നോക്കൂ. ഇപ്പോൾ ഈ മനോഹരമായ ചിത്രശലഭത്തെ ശ്രദ്ധാപൂർവം നോക്കൂ. ഇപ്പോൾ ഈ പാവയെ ശ്രദ്ധാപൂർവം നോക്കൂ. A, B, C, D എന്നിവയിൽ നിങ്ങൾ കണ്ട ചിത്രശലഭം ഏതെന്ന് പറയൂ. നിങ്ങൾ D എന്ന ചിത്രശലഭത്തെ കണ്ടു. A, B, C, D എന്നിവയിൽ ഏത് പൂച്ചെടിയാണ് നിങ്ങൾ കാണുന്നത് എന്ന് പറയൂ. A എന്ന പൂച്ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ട്. A, B, C, D ഏത് പാവയിലാണ് നിങ്ങൾ കണ്ടതെന്ന് എന്നോട് പറയൂ. നിങ്ങൾ പാവ D കണ്ടു. ഇവ മൂന്നും സൂക്ഷിച്ചു നോക്കൂ. ആരാണ് A, B, O, C, O കൂർക്കുന്നതെന്ന് പറയൂ. ആലോചിച്ച് നിങ്ങളുടെ ഉത്തരം കമന്റ് ചെയ്യുക. B എന്നയാൾക്ക് കൂർക്കം വലിക്കും ദേഷ്യത്തിനും ബുദ്ധിമുട്ടുണ്ട്. അതിനാൽ അയാൾ ഒരു തലയിണ സ്വയം വെച്ചു. C മൊബൈലിൽ സമയം കളയുകയാണോ? ലൈറ്റ് ഓൺ ആണ്. അതായത് A മാത്രം ഉറങ്ങുന്നു. അവൻ കൂർക്കം വലിച്ചു. ഈ മൂന്ന് അമ്മമാരെ സൂക്ഷിച്ച് നോക്കി പറയൂ, ഏത് അമ്മയാണ് മണ്ടത്തരം, A, B അല്ലെങ്കിൽ C എന്ന്. ആലോചിച്ച് നിങ്ങളുടെ ഉത്തരം കമന്റ് ചെയ്യുക. കാരണം കൊച്ചിനെ ചായ കുടിക്കും. കാരണം ചൂടല്ലേ ചായ. അപ്പൊ കൊച്ചിനെ ഒരു കൈ പിടിച്ചുകൊണ്ട് ചായ ഒരു കൈ പിടിച്ചുകൊണ്ട് അത് ഇച്ചിരി പാടാന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് B പറയാം. നോക്കാം. അമ്മ B എനിക്ക് മണ്ടനാണെന്ന് തോന്നുന്നു. അവളുടെ കയ്യിൽ ഒരു കപ്പ് ചൂടുള്ള ചായയുണ്ട്. കൂടാതെ കുഞ്ഞിനെ കയ്യിൽ പിടിക്കുന്നു. ഇത് എത്ര അപകടമാണ്. ഇതാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ വേഗം വീഡിയോ ലൈക്ക് ചെയ്യും. ഈ രംഗം ശ്രദ്ധയോടെ കാണുക. എലി എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് പറയും. ലോജിക്കൽ ആർമി ശ്രദ്ധാപൂർവം തിരയുക. നിങ്ങൾ അത് കണ്ടെത്തുകയാണെങ്കിൽ ലൈക്ക് അടിച്ചുകൊണ്ട് എന്നെ അറിയിക്കുക. A few moments later. എലി ഇവിടെയുണ്ട്. ബാങ്കിൽ 3 പേരുണ്ട്. അവരിൽ ഒരാൾ ബാങ്ക് കൊള്ളയടിക്കാനുള്ള ഉദ്ദേശ്യത്തോടെയാണ് വന്നത്. ആരാണ്? A, B അല്ലെങ്കിൽ C? ശ്രദ്ധാപൂർവം ചിന്തിച്ച് നിങ്ങളുടെ ഉത്തരം കമന്റ് ചെയ്യുക. അവൻ ബിയെ നോക്കി. പോക്കറ്റിൽ ഒരു കത്തി ഉണ്ടായിരുന്നു. തീർച്ചയായും അവൻ ബാങ്ക് കൊള്ളയടിക്കാനുള്ള ഉദ്ദേശ്യത്തോടെയാണ് വന്നത്. ഈ രംഗം ശ്രദ്ധയോടെ കാണുക. പല്ലി എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് പറയും. ലോജിക്കൽ ആർമി ശ്രദ്ധാപൂർവം തിരയുക. നിങ്ങൾ അത് കണ്ടെത്തുകയാണെങ്കിൽ ലൈക്ക് അടിച്ചുകൊണ്ട് എന്നെ അറിയിക്കുക. പല്ലി ഇവിടെയുണ്ട്. ഈ കുട്ടിക്ക് മൂത്രമൊഴിക്കേണ്ടി വന്നു. അവന്റെ അമ്മ അവന്റെ പാന്റ് എടുക്കാൻ പോകുന്നു. അവൾ തിരിച്ചു വന്നു നോക്കിയപ്പോൾ കുട്ടി അവിടെ ഇല്ല. അമ്മ വിഷമിച്ചു ചുറ്റും ചോദിക്കാൻ തുടങ്ങി. അവൾ 3 പേരെ സംശയിക്കുന്നു. ആരാണ് കുട്ടിയെ മോഷ്ടിച്ചതെന്ന് പറയാമോ? A, B, C? ശ്രദ്ധാപൂർവം ചിന്തിക്കുക. ലോജിക്കൽ ആർമി. ബിയുടെ നടുക്കൊരു സ്കെലത്തിന്റെ പടമുണ്ട്. സി ചുമ്മാ ഇരിക്കുക. പോക്കറ്റ് പോയിട്ട് എയുടെ ഇവിടെ അടിച്ച് വെള്ളത്തിന്റെ പാടുണ്ട്. അപ്പം കൊച്ചു വെള്ളത്തിലിരുന്ന് കളിക്കുകയെന്ന് തോന്നുന്നു. ആയിരിക്കും ഗൈസ്. നോക്കാം. നിങ്ങൾക്ക് A എന്ന് തോന്നുന്നുവെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തി എന്നെ അറിയിക്കൂ. കുട്ടി മൂത്രമൊഴിക്കുന്നു.
കുട്ടി തന്റെ പാന്റ് നനച്ചു. ഈ മനുഷ്യൻ ടീ-ഷർട്ട് നനഞ്ഞിരിക്കുന്നു. സിമ്പിൾ. അടുത്താണ്. ഈ രംഗം ശ്രദ്ധയോടെ നോക്കി സൈക്കിൾ എവിടെയാണെന്ന് എന്നോട് പറയൂ. ലോജിക്കൽ ആർമി ശ്രദ്ധാപൂർവം തിരയുക. നിങ്ങൾ അത് കണ്ടെത്തുകയാണെങ്കിൽ ലൈക്ക് അടിച്ചുകൊണ്ട് എന്നെ അറിയിക്കുക. അതെ, ഇത് ആ മതിലിനപ്പുറം. ഇതൊക്കെ എന്ത് സിമ്പിൾ സാധനം ഗൈസ്. നോക്കാം, ശരിയല്ലേ? സൈക്കിൾ ഇവിടെയുണ്ട്. അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എന്നും പറഞ്ഞാൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ.